9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന മണൽ കൂനകൾക്കിടയിലൂടെ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മണൽ കൂനകൾക്കിടയിലൂടെ. 1. ബെന്യാമിൻ. 2. ആടുജീവിതം നോവൽ സംഗ്രഹം. 3. മണൽ കൂനകൾക്കിടയിലൂടെ ആശയം. 4. വിശകലനം. ബെന്യാമിൻ. പുതിയ തലമുറയിലെ മലയാളി ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ബെന്യാമിൻ. ബെന്നി ഡാനിയേൽ എന്ന ബെന്യാമിൻ 1971 പത്തനംതിട്ട ജില്ലയിൽ ജനിച്ചു. ആടുജീവിതം എന്ന നോവലിന് 2009 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. അബീഷഗിൻ, പ്രവാചകന്മാരുടെ 2ാം പുസ്തകം, അക്കപ്പോരിൻ്റെ 20 നസ്രാണി വർഷങ്ങൾ, ആടുജീവിതം, മഞ്ഞവെയിൽ മരണങ്ങൾ തുടങ്ങിയവ നോവലുകളും, യുത്തനേസിയ, പെൺമാറാട്ടം, EMSഉം പെൺകുട്ടിയും, മനുഷ്യൻ എന്ന സഹജീവി കഥാസമാഹാരങ്ങളും, ഇരുണ്ട വനസ്ഥലികൾ, അനുഭവം ഓർമ്മയാത്ര, ഒറ്റമരത്തണൽ എന്നിവ കുറിപ്പുകളുമാണ്. ആടുജീവിതം. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ വലിയ സ്വപ്നങ്ങളുമായി ഗൾഫിലെത്തി ദുരിതമനുഭവിച്ച നജീബ് എന്ന സാധാരണക്കാരനായ ഒരു മലയാളിയുടെ യഥാർത്ഥ ജീവിത കഥയാണ്. നാട്ടിൽ പുഴയിൽ മണൽ വാരി ജീവിച്ചിരുന്ന നജീബ് മെച്ചപ്പെട്ട ജീവിതം തേടി സൗദി അറേബ്യയിൽ എത്തുന്നു. എന്നാൽ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ചതിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിൽ അടിമയെപ്പോലെ കഴിയേണ്ടി വരുന്നു. മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാതെ ക്രൂരനായ മുതലാളിയുടെ കീഴിൽ ആടുകൾക്കൊപ്പം ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ നജീബ് പതിയെ ഒരു ആടായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഏകനായി, ഭക്ഷണവും വെള്ളവുമില്ലാതെ, പുറം ലോകവുമായി ബന്ധമില്ലാതെ അവൻ അതിജീവനത്തിനായി പോരാടുന്നു. വർഷങ്ങൾ നീണ്ട ഈ ദുരിത ജീവിതത്തിനൊടുവിൽ ആടുജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നജീബ് ശ്രമിക്കുന്നു. മരുഭൂമിയിലൂടെയുള്ള അവൻ്റെ യാത്രയും അതിനിടയിൽ കണ്ടുമുട്ടുന്ന സൗഹൃദങ്ങളുമെല്ലാം നോവലിനെ കൂടുതൽ വികാരതീവ്രമാക്കുന്നു. അതിജീവനത്തിൻ്റെയും പ്രത്യാശയുടെയും ആഴത്തിലുള്ള കഥയാണിത്. മനുഷ്യൻ്റെ നിസ്സഹായതയും അതേസമയം അവൻ്റെ ആന്തരികമായ കരുത്തും നോവൽ വരച്ചുകാട്ടുന്നു. മണൽ കൂനകൾക്കിടയിലൂടെ. ആശയം. എയർപോർട്ടിൽ ചെന്നിറങ്ങിയ ശേഷം നജീബും ഹക്കീമും അർബാബിനെ കണ്ടുമുട്ടുകയും അയാളുടെ കൂടെ പോകുകയും ചെയ്യുന്ന കുറച്ചു ഭാഗമാണ് പാഠഭാഗത്തുള്ളത്. വളരെ പഴക്കം ചെന്ന ഡോറും ബോണറ്റും ടോപ്പും ഒക്കെ ഇളകി തുരുമ്പ് പിടിച്ച ഒരു പഴയ വണ്ടിയാണ് അർബാബിൻ്റേത്. അയാൾ നജീബിൻ്റെ ബാഗ് വാങ്ങി വണ്ടിയുടെ പുറകിലെ തുറന്ന ഭാഗത്തേക്ക് എറിയുന്നു. പൊട്ടുന്ന കുപ്പികളിലാക്കിയ അച്ചാറും മറ്റുമുള്ളതുകൊണ്ട് ഹക്കീം തൻ്റെ ബാഗ് അർബാബ് വാങ്ങുന്നതിന് മുന്നേ കൊണ്ടുവയ്ക്കുന്നു. ആ പഴഞ്ചൻ വണ്ടിയുടെ പുറകിലെ തുറന്ന ക്യാബിനിലിരുന്നുള്ള ആദ്യ ഗൾഫ് യാത്ര നജീബിനെ വേദനിപ്പിച്ചെങ്കിലും പിന്നീട് ഇത്ര മനോഹരമായ കെട്ടിടങ്ങളും നഗരവും കാണാനായത് തുറസായ വണ്ടി ആയതുകൊണ്ടല്ലേ എന്നോർത്തപ്പോൾ നജീബിന് സന്തോഷം തോന്നുന്നുണ്ട്. ആ വണ്ടി നഗരങ്ങൾ കടന്ന് ഒരുപാട് ദൂരമുള്ളിലേക്ക് പോയി. പിന്നീട് പൊടിക്കാറ്റും പരത്തിക്കൊണ്ട് മൺപാതകളിലൂടെ മുന്നോട്ട് പോയി. ഇതിനിടയിൽ വിശക്കുന്നുണ്ട് എന്ന് പറയണമെന്ന് കരുതിയെങ്കിലും പേടി കാരണം അയാൾ ഒന്നും മിണ്ടുന്നില്ല. വാഹനം നഗരങ്ങൾ കടന്ന് മൺപാതയിലൂടെ മുന്നേറിയത് നജീബിൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ഭീതി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അർബാബിൻ്റെ കൈകളിൽ തൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണെന്ന ധൈര്യത്തിൽ നജീബും ഉറക്കത്തിലേക്ക് ആണ്ടുപോകുന്നു. വിശകലനം. പട്ടിണിയിൽ നിന്നും കടങ്ങളിൽ നിന്നുമെല്ലാം രക്ഷ നേടാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നേടിയെടുക്കാനുമായി ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ മനുഷ്യനും സ്വന്തം നാടും വീടും കുടുംബക്കാരെയും ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകുന്നത്. പുതിയ പ്രതീക്ഷകളുമായി മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരുന്ന ഒരാളുടെ ആകുലതകൾ, സങ്കടങ്ങൾ, പ്രതീക്ഷ എല്ലാം ഈ പാഠഭാഗത്ത് കാണാം. ആദ്യ യാത്രയുടെ വെപ്രാളത്തിൽ ശരിക്ക് ഭക്ഷണം കഴിക്കുക പോലും ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വിമാനത്തിൽ നിന്ന് ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാത്തതുകൊണ്ട് കഴിച്ചില്ല എന്നും പറയുന്നുണ്ട്. ഭാഷയറിയില്ല, ആളുകളെ അറിയില്ല, എന്തെന്നോ ഏതെന്നോ അറിയാതെ പ്രതീക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും മാത്രം ബലത്തിൽ ഇറങ്ങി തിരിച്ചവരാണ് നജീബും ഹക്കീമും. അവർക്ക് പരസ്പരം ആകുലതകൾ പങ്കുവയ്ക്കാനെങ്കിലും കഴിയുന്നുണ്ടെന്ന് ആശ്വസിക്കാം. ഒറ്റയ്ക്ക് പോകുന്നവരുടെ അവസ്ഥയോ ഇതിലും കഷ്ടമായിരിക്കില്ലേ? വിവരസാങ്കേതികവിദ്യ ഇത്രയും വളർന്ന ഇന്നത്തെ കാലത്ത് ആദ്യത്തെ വിദേശയാത്ര അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് കപ്പലിൽ വരെ പോയിരുന്നവരുണ്ട്. വിവരമറിയാൻ മാസങ്ങളോളം ഒരു കത്തിനു വേണ്ടി കാത്തിരുന്ന എത്രയോ പ്രവാസികളും അവരുടെ കുടുംബങ്ങളും. തുടക്കത്തിൽ തന്നെ അർബാബ് ഒരു മനുഷ്യത്വമില്ലാത്തവനാണെന്ന് അയാളുടെ പരുക്കൻ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നിൽ 2 മനുഷ്യരുണ്ടെന്ന് പോലും ഓർക്കാതെ ആ പഴഞ്ചൻ വണ്ടി വളരെ വേഗത്തിലാണ് അയാൾ ഓടിക്കുന്നത്. വണ്ടിയുടെ കുലുക്കം കാരണം നടുവേദനിക്കുന്നുണ്ടെന്ന് നജീബ് പറയുന്നുണ്ട്. വിശക്കുന്നുണ്ട്, വല്ലതും വാങ്ങിച്ചു തരൂ എന്ന് മനസ്സുകൊണ്ട് അർബാബിനോട് പറയാൻ
ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പേടി കാരണം പറയുന്നില്ല. പുതിയ കാഴ്ചകളെ വളരെ അത്ഭുതത്തോടെ അയാൾ നോക്കിക്കാണുന്നുണ്ട്. ഒരുപാട് ഉള്ളിലേക്കുള്ള യാത്ര അയാളിൽ എന്തെന്നില്ലാത്ത ഭയം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു പരുക്കനാണെങ്കിലും അർബാബിൻ്റെ കയ്യിൽ തൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്നയാൾ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു സ്ഥലത്ത് എത്തിപ്പെടുന്ന ഒരാളുടെ വെപ്രാളവും പേടിയും കാഴ്ചകൾ കാണാനുള്ള വ്യഗ്രതയും പ്രതീക്ഷകളും ശുഭാപ്തി വിശ്വാസവുമെല്ലാം നജീബിൽ പ്രകടമാണ്. കടൽ കടന്നുപോയ ഓരോ മനുഷ്യൻ്റെയും പച്ചയായ ജീവിതമാണ് ഈ നോവൽ. നജീബിനെ പോലെ ആടുജീവിതം നയിക്കുന്ന എത്രയോ പേർ മരുഭൂമിയിൽ ഇന്നും ഉണ്ടാകാം. ഹക്കീമിനെ പോലെ ആ മണലാരണ്യത്തിൽ മരിച്ചു വീണവർ എത്ര കാണും. വിവരമൊന്നുമില്ലാതെ പോയവരെ കുറിച്ചോർത്ത് വേദനിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടാകും. നാട്ടിൽ വന്നിറങ്ങുന്ന ഗൾഫുകാരുടെ പത്രാസും അവർ കൊണ്ടുവരുന്ന പെട്ടികളുടെ വലിപ്പവും കണ്ട് അവരവിടെ പണം കൊയ്യുകയാണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു പ്രവാസിയുടെ ചോരയുടെ മണമുണ്ട് അവൻ കൊണ്ടുവരുന്ന അത്തറിനെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ആടുജീവിതത്തിലൂടെ ബെന്യാമിന് സാധിച്ചു. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.